75 നമ്മൾ ഒരു സമ്പർക്കം അതിന് വേണ്ടിയിട്ട് നടക്കാത്തതുകൊണ്ട് ശരിക്കും 50-ാം വാർഷികം നമുക്ക് ആഘോഷിച്ചില്ല എന്ന് പറയും. അപ്പോൾ അതുകൊണ്ടായിരിക്കണം നമ്മൾ 60-ാം വാർഷികം ഒന്ന് നന്നായിട്ട് ആഘോഷിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ വിശാല സമ്മേളനത്തിൻ്റെ ആവേശമൊക്കെ കൊണ്ട് ആ സമയത്ത് ഞാൻ ഈ എറണാകുളത്ത് നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോയിരുന്നു. പിന്നെ പഠിക്കാൻ വേണ്ടി പോയി. അപ്പോൾ അതിനുശേഷം പ്രചാരകമായിട്ട് പോയി. 84 തന്നെ ഞാൻ 84 ജൂണിൽ പ്രചാരകമായിട്ട് ദേവികുളം ജില്ല, ഇടുക്കി റവന്യൂ ജില്ലയിൽ ദേവികുളം ജില്ലയിലാണ് പ്രചാരകമായിട്ട് പോയത്. അപ്പോൾ ആ സമയത്ത് ദേവികുളം ജില്ലയിൽ രാജാക്കാട് താലൂക്ക്, അടിമാലിയൊക്കെ കഴിഞ്ഞ് രാജാക്കാട് താലൂക്കിൽ അന്ന് 6 സ്ഥലത്ത് മാത്രമാണ് നിത്യപ്രവർത്തനം ഉള്ളത്. പിന്നെ ഒരു 2 സ്ഥലത്ത് ആഴ്ചയിലൊരിക്കൽ കൂടുന്ന സംവിധാനമുണ്ട്. അപ്പം അന്ന് ജില്ലാ പ്രചാരക ശങ്കർജിയാണ്, നമ്മുടെ വനവാസി വികാസ കേന്ദ്രത്തിലും അത് കഴിഞ്ഞ് പ്രാന്തീയ വ്യവസ്ഥാ പ്രമുഖമായിരുന്ന ശങ്കർജി. അപ്പോൾ ആദ്യമായിട്ട് പ്രചാരകമായിട്ട് പോകുമ്പോഴുള്ള നമ്മുടെ പരിഭ്രമം, അതേപോലെ തന്നെ സംഘത്തിൻ്റെ പ്രവർത്തനം വളർത്തണം എന്നുള്ള നമ്മുടെ ഉള്ളിലുള്ള തീവ്രമായ ആഗ്രഹം, അതൊക്കെ കൂടിയാണ് അവിടെ എത്തിയത്. പക്ഷെ അവിടെ കാലാവസ്ഥയൊക്കെ വളരെ വിപരീതമാണ്. അതുമാത്രമല്ല, ജനങ്ങൾ നമ്മുടെ സാംസ്കാരിക ധാരയിൽ നിന്നൊക്കെ കുറച്ചൊക്കെ അകന്നു നിൽക്കുന്ന ആൾക്കാരാണ്. കാരണം അവിടെ അടുത്തങ്ങ് ക്ഷേത്രങ്ങളില്ല, വിദ്യാലയങ്ങൾ കുറവ്. പിന്നെ 2 തലമുറ മുമ്പ് ചങ്ങനാശ്ശേരി, കോട്ടയം ആ ഭാഗത്തു നിന്നൊക്കെ കുടിയേറിയ ആൾക്കാരാണ് അവിടെ ഉള്ളത്. പക്ഷേ എങ്കിലും അവിടെ ശാഖകൾ നന്നായിട്ട് നടക്കാനുണ്ടായിരുന്നു. പിന്നെ SNDP ഒക്കെ നല്ല സ്വാധീനം ഉണ്ടായിരുന്നു. പിന്നെ ഒരു CPMൻ്റെ ഒരു നല്ല പിടുത്തം ജനങ്ങളിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പരിസ്ഥിതിയിലാണ് നമ്മൾ അവിടെ പ്രവർത്തനത്തെ എത്തിയത്. അപ്പോൾ ആ സമയത്താണ് ഈ സംഘത്തിൻ്റെ ഈ 60-ാം വാർഷികം എന്നുള്ളൊരു ഇത് വന്നത്. അപ്പോൾ അതിന് വ്യാപകമായിട്ട് 1 മാസം നീണ്ടു നിൽക്കുന്ന ഒരു സമ്പർക്കം പ്ലാൻ ചെയ്തു. അപ്പോൾ അത് സമ്പർക്കത്തിൻ്റെ കാര്യങ്ങൾ അന്ന് വിഭാഗ പ്രചാരകമായിരുന്ന ഗോപിച്ചേട്ടൻ ജില്ലാ ബൈഠക്കിൽ അത് വിശദമായിട്ട് വിശദീകരിച്ചു, ശങ്കർജി അത് വിശദീകരിച്ചു. അപ്പോൾ നമ്മുടെ 6 ശാഖകൾ അവിടെ ഉള്ളൂ. പക്ഷെ 6 ശാഖകളും സജീവമായിരുന്നു. എല്ലാം അതിസായം, അതായത് വൈകുന്നേരം ഒരു 6 മണിക്ക് തുടങ്ങി 7 മണിക്ക് കഴിയുന്ന രീതിയിലുള്ള അവിടുത്തെ കാർഷിക രീതി അതൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു സംവിധാനമായിരുന്നു ശാഖാ സംവിധാനം. അപ്പോൾ വൈകുന്നേരം 6 മുതൽ 7 വരെ ആണ് ശാഖ. അപ്പോൾ ഈ ശാഖയിലുള്ള സ്വയംസേവരെ അങ്ങനെ ഡിഗ്രി വരെ പഠിച്ചവരൊക്കെ അപൂർവമാണ്. കുറച്ച് പേര് PDC, അതുപോലെ തന്നെ മിക്കവാറും 5-6 ക്ലാസ്സിൽ പഠിത്തം നിർത്തിയവരാണ്. അപ്പോൾ അവരെ വെച്ച് നമ്മൾ എങ്ങനെ സമ്പർക്കം ചെയ്യുന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് വന്നു. അപ്പോൾ അവരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എങ്ങനെ നമ്മൾ വീടുകളിൽ പോകും, വീടുകളിൽ പോയി കഴിഞ്ഞാൽ അവർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് എങ്ങനെ മറുപടി പറയുമെന്നുള്ള ആശങ്കകൾ അവരുടെ ഉള്ളിലുണ്ട്. പക്ഷേ ആ സമ്പർക്കം, സംഘത്തിൻ്റെ 60-ാം വാർഷികമാണ്, ഈ സമ്പർക്കം ഒരു സ്പിരിറ്റായിട്ട് അവർ ഏറ്റെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം. അപ്പോൾ നമ്മൾ ശങ്കർജിയോട് പറയുമ്പോൾ ശങ്കർജി എറണാകുളത്ത് നിന്ന് ഒരു 10 പുസ്തകങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു. ആ പുസ്തകം ദേവറസ്റ്റി മറുപടി പറയുന്നതാണ് പുസ്തകത്തിൻ്റെ തലക്കെട്ട്. അപ്പോൾ അതൊരു സാമാന്യം ഒരു 10, 100, 120 പേജുള്ള ഒരു പുസ്തകമാണെന്ന് എൻ്റെ ഓർമ്മ. ഞാനത് പലവട്ടം വായിച്ചിട്ടുണ്ട്. 10 പുസ്തകം കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ അത് പ്ലാൻ ചെയ്തു. ഈ പുസ്തകം വെച്ചിട്ട് എങ്ങനെ പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 6 ശാഖകളിലും നമ്മൾ ഓരോ പുസ്തകങ്ങൾ കൊടുത്തു. 2 താലൂക്ക് കാര്യകർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴത്തെ ഖണ്ഡ് കാര്യകർത്താക്കന്മാർ, അവർക്കും കൊടുത്തു. അങ്ങനെ ബാക്കി ഒരു പുസ്തകം അവിടുത്തെ ജില്ലാ കാര്യവാഹമായിരുന്ന അപ്പുഞ്ചേട്ടന് ഞാൻ കൊടുത്തു. ഒരു പുസ്തകം എൻ്റെ കയ്യിൽ വെച്ചു. വേറെ 10 പുസ്തകം നമ്മളത് ചിലവാക്കി. അതിനുശേഷം നമ്മൾ നിശ്ചയിച്ചത് 1-2 ചോദ്യങ്ങൾ ഒരു ദിവസം ശാഖയിൽ വായിക്കണം, കാര്യക്രമങ്ങൾ കഴിഞ്ഞിട്ട് പ്രാക്ടീസ്. അതിനുശേഷം അതിനെപ്പറ്റി ചർച്ച ചെയ്യണം. അപ്പം അതിൽ സംഘത്തിന് എതിരായിട്ട് വരാവുന്ന മിക്കവാറും എല്ലാ ചോദ്യങ്ങളും അതിൽ വിശദമായിട്ടുണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ട്, വളരെ ലളിതമായിട്ട് ആ ഉത്തരങ്ങളും ദേവറശ്ശേരി ഉണ്ടായിരുന്നു. എന്നെ അത് വളരെ ആകർഷിച്ച, പിന്നീടുള്ള നമ്മുടെ സംഘത്തിൻ്റെ പ്രവർത്തനത്തിൽ വളരെയധികം ആകർഷിച്ച ഒരു പുസ്തകമായിരുന്നു. അപ്പം അതിൽ എന്തുകൊണ്ട് ക്രിസ്ത്യാനികളെ ചേർക്കുന്നില്ല, എന്തുകൊണ്ട് ആയുധ പരിശീലനം നടത്തുന്നു, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും സ്വയംസേവർ ഇത് സ്വീകരിച്ചു. ഈ പുസ്തകം അവർ വായിക്കുകയും അതുപോലെ തന്നെ അതിൽ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഉത്തരങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ആ പുസ്തകത്തിലില്ലാത്ത ഉത്തരങ്ങൾ, അവർ കണ്ടുപിടിച്ച ഉത്തരങ്ങളൊക്കെ അവർ പറയുമായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ശരിക്കും ഒരു 10 ദിവസം കൊണ്ട്, ആ 10 ദിവസം കാര്യശാല പോലെ ഒരു അരമണിക്കൂർ ശാഖയിൽ കാര്യക്രമം നടന്നു എന്നാണ് ഓർമ്മ. അതിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചൊരു വ്യക്തി നമ്മുടെ ഇപ്പോൾ BMCയിലൊക്കെ പ്രവർത്തിക്കുന്ന MP ചന്ദ്രശേഖരൻ, അപ്പുചേട്ടന് സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന് നല്ല ആശയപരമായിട്ടുള്ള നല്ല കഴിവുണ്ടായിരുന്നു. അപ്പോൾ ആ കഴിവൊക്കെ അദ്ദേഹം ഈ നമ്മൾ സാങ്കേതികത നടത്തിയപ്പോൾ സ്വയംസേവരോട് എങ്ങനെ ഇത് നടത്തണം, പ്രസംഗത്തിലുപരിയായിട്ട് നമ്മൾ എങ്ങനെ ഒരു വീട്ടിൽ പോകണം. അപ്പോൾ 3 പേരിൽ കുറയാനും പാടില്ല, 4 പേരിൽ കൂടാൻ പാടില്ല. അപ്പോൾ ഒരു കടയിൽ 3 പേരാവാം, 4 പേരാവാം, ഇത്രയാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ അങ്ങനെ തയ്യാറാക്കി. പക്ഷേ ഈ നമ്മൾ ഈ നടത്തിയ ട്രെയിനിങ് കാര്യശാല, അതിൻ്റെ ഫലം വളരെ അത്ഭുതകരമായിരുന്നു. കാരണം സ്വയംസേവർക്ക് നല്ലൊരു ആത്മവിശ്വാസം കിട്ടി. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ, ഞങ്ങൾ തുടങ്ങിയ ദിവസം തന്നെ ഞങ്ങൾ പ്രധാനപ്പെട്ട ഘടകളുടെ കൂടെ പോയി. അപ്പോൾ അന്ന് ഒരു പുസ്തകം, RSS നവോത്ഥാനത്തിൻ്റെ സാരഥി, ആ പുസ്തകത്തിൻ്റെ പേരെങ്ങനെയാണ്, 3 രൂപയാണെന്ന് എൻ്റെ ഓർമ്മ. അതേപോലെ തന്നെ നല്ല മനോഹരമായ ഒരു ലഘുലേഖ ഉണ്ടായിരുന്നു. അത് വളരെ ലളിതമായിരുന്നു ലഘുലേഖ. അപ്പോൾ അതായിട്ട് ഞങ്ങൾ വീടുകളിൽ പോയി ആദ്യത്തെ പോണ വീടുകളിൽ തന്നെ നമ്മൾ തന്നെ ഒരു ഗണനായകമായിട്ട് അവരോട് ചോദ്യങ്ങളൊക്കെ, നമ്മൾ കാര്യങ്ങളൊക്കെ പറയും, സംഘത്തിൻ്റെ പ്രവർത്തനം, സംഘത്തെ അറിയോ എന്നൊക്കെ ചോദിക്കും.
പക്ഷെ അതിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടായത് ഒന്നിനെ പറ്റി അറിയാത്ത, സംഘത്തെ അല്പം പോലും അറിയാത്ത വീടുകളായിരുന്നു മൂന്നിലൊന്ന്. പിന്നെ മൂന്നിലൊന്ന് വീടുകളെ സംബന്ധിച്ച് അവർക്ക് സംഘത്തെപ്പറ്റി നന്നായിട്ട് അറിയാവുന്ന വീടുകളൊക്കെ ആയിരുന്നു. പിന്നെ ക്രിസ്ത്യാനികളുടെ വീടുകളായിരുന്നു. മുസ്ലിങ്ങളുടെ വീടുകൾ വളരെ വളരെ കുറവായിരുന്നു. ക്രിസ്ത്യാനികൾക്ക് സംഘത്തെപ്പറ്റി കുറേയൊക്കെ അറിയാമായിരുന്നു. അല്ല, ക്രിസ്ത്യൻ സ്വാധീനമുള്ള സ്ഥലമാണല്ലോ ഇടുക്കിയിലെ. ക്രിസ്ത്യൻ കുടിയേറ്റ മേഖലയിൽ ക്രിസ്ത്യൻ സ്വാധീനമുള്ള സ്ഥലമാണ്. പക്ഷേ ക്രിസ്ത്യാനികളൊക്കെ നമ്മൾ നന്നായിട്ട് സ്വീകരിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. കാരണം അന്ന് അങ്ങനെ എതിരായിട്ടുള്ള പ്രവർത്തനമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളവിടെ കുറച്ച് പള്ളികളിലൊക്കെ പോയിരുന്നു, സമ്പർക്കത്തിന് വേണ്ടി പല സ്ഥലത്തും പോയിരുന്നു. അപ്പോൾ അതിൽ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കൊന്നത്തടി പഞ്ചായത്ത്, രാജാക്കാട് പഞ്ചായത്ത്, സേനാവതി പഞ്ചായത്ത്, കുഞ്ചിത്തണ്ടി പഞ്ചായത്ത്, ബയസമ്മാലി പഞ്ചായത്ത്, ഇത്തരം പഞ്ചായത്തുകളാണ് രാജാക്കാട് താലൂക്കിലുള്ളത്. പക്ഷേ ഒരു സ്ഥലത്ത് പോലും നമുക്ക് ബസ്സിന് പോകാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല, നടന്നു തന്നെ പോകണം. അപ്പോൾ അവിടെ കാര്യാലയത്തിലൊരു ചാർട്ട് മുൻ പ്രചാരക എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് രാജാക്കാട് ടു വെള്ളത്തുവൽ 1 മണിക്കൂർ, രാജാക്കാട് ടു പന്നിയാർകുട്ടി 1.25 മണിക്കൂർ, അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രാജാക്കാട് ടു ബൈസമ്മാലി 1.5 മണിക്കൂർ. ഇതൊക്കെ നമ്മൾ വിചാരിക്കും ബസ്സിൻ്റെ സമയമാണ്, പക്ഷെ അതല്ല, നടന്നെത്താനുള്ള സമയമാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പ്രവർത്തനമില്ലാത്ത സ്ഥലത്ത്, അതായത് ആനച്ചാല്, കുഞ്ചിത്തണ്ണി, ബൈസന്മാലി, ഇവിടെയൊക്കെ ഒന്ന് പാർട്ടിക്ക് നല്ല സ്വാധീനമുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ സമ്പർക്കം ചെയ്യാനായിട്ട് നമ്മൾ അവിടെ CPM നിന്ന് വന്ന ഒരു നേതാവുണ്ടായിരുന്നു, കുമാരൻ ചേട്ടൻ, ആനപ്പാറ കുമാരൻ ചേട്ടൻ. അദ്ദേഹം BMSൻ്റെ ചുമതലയുള്ള ആളായിരുന്നു. പ്രഥമ വർഷം സംഘർഷാവർക്ക് കഴിഞ്ഞ ആളാണ്. അദ്ദേഹം നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പൂർണ്ണമായിട്ടും നമ്മുടെ കൂടെ 30 ദിവസം ഇത് കുറച്ച് നേരമെങ്കിലും സഹകരിച്ചു. പിന്നെ ഒരു മുക്കുടിലുള്ള ഒരു ദിവാകരൻ ചേട്ടൻ, പുള്ളി പാർട്ടിയിൽ നിന്ന് വന്ന ഒരാളാണ്, സംഘത്തിൻ്റെ സജീവ പ്രവർത്തകനാണ്. പിന്നെ നേരത്തെ പറഞ്ഞ അപ്പുച്ചേട്ടൻ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരു ദിവസം ആദ്യം കുഞ്ചിത്തണ്ണി പോയിട്ട് കുഞ്ചിത്തണ്ണിയിൽ ഞങ്ങൾ കുറേ വീടുകളിൽ കുറച്ച് സാംസ്കാരികമായിട്ട് ഒരു മുതിർന്നൊരു സ്ഥലമാണ് കുഞ്ചിത്തണ്ണി. അത് മാത്രമല്ല SNDPയുടെ പ്രവർത്തനം വളരെ സ്വാധീനമുള്ള സ്ഥലമാണ്. NSSൻ്റെ പ്രവർത്തനവും നല്ല പ്രവർത്തനമുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും SNDPയുടെയും NSSൻ്റെയൊക്കെ നേതാക്കന്മാരായിട്ടൊക്കെ നമുക്ക് കുറച്ച് ബന്ധങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ പണ്ട് ഉണ്ടായിരുന്ന ഏതോ ഒരു ശാഖ പണ്ട് കാലത്തുണ്ടായിരുന്നു, അവിടുത്തെ കുറച്ച് സ്വയംസേവരെ നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷെ അവർ നിർജ്ജീവമായിരുന്നു. അവരെ കണ്ടുപിടിച്ചിട്ട് നമ്മളൊന്ന് സമ്പർക്കത്തിന് പോയി. സമ്പർക്കത്തിന് പോയപ്പോൾ നമുക്ക് മനസ്സിലായെന്ന് വെച്ചാൽ, അവർ സംഘത്തെ ഒരു നല്ല രീതിയിൽ, സംഘം ഇവിടെ വേണം എന്നുള്ള രീതിയിൽ തന്നെ ഒരുപാട് പേര് സംസാരിച്ചു. അതുമായിട്ട് ബന്ധമില്ലാത്ത ആളുകൾ, നമ്മൾ ബന്ധമില്ലാത്ത ആൾക്കാർ സംഘത്തിന്റെ പ്രവർത്തനത്തെ പറ്റി വിവരിച്ചപ്പോൾ, കാരണം ഒരു കാര്യം എന്ന് വെച്ചാൽ അവരുടെയൊക്കെ ബന്ധുക്കൾ കോട്ടയം, ചങ്ങനാശ്ശേരി, പൂഞ്ഞാറൊക്കെ ഭാഗത്ത് സംഘപ്രവർത്തനത്തിലുള്ളവരാണ്. അപ്പോൾ അവിടെയൊക്കെ ആ സംഘപ്രവർത്തനത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ, കാരണം നിലയ്ക്കൽ പ്രശ്നത്തിൻ്റെയൊക്കെ പ്രത്യേകത, നിലയ്ക്കൽ പ്രശ്നം നമ്മൾ മറികടക്കാൻ കഴിഞ്ഞതൊക്കെ സംഘത്തിൻ്റെ സ്വാധീനം കൊണ്ടാണെന്നുള്ളൊരു ധാരണയൊക്കെ അവരുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അവരിവിടെ സംഘം വേണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു. പിന്നെ അതിലെടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അവിടെ നമ്മൾ അന്നത്തെ ഏരിയ സെക്രട്ടറി ആയിരുന്ന ജയചന്ദ്രൻ നമ്മൾ കാണാൻ പോയിരുന്നു, CPM. അപ്പം അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം വളരെ നമുക്ക് സ്വീകരണമൊക്കെ നൽകി, വീട്ടിലിരിക്കാനൊക്കെ പറഞ്ഞു, സംസാരിച്ചു. പക്ഷേ ഏതായാലും ലാസ്റ്റ് പുള്ളി പറഞ്ഞത്, ഏതായാലും നിങ്ങളുടെ പ്രവർത്തനം ഒന്നും ഇവിടെ വളരാൻ പോകുന്നില്ല എന്നുള്ള രീതിയിലും സംസാരിച്ചത്. പിന്നെ നമ്മൾ പോയത് അവിടെ MM മണി, അന്ന് MM മണിയാണ് അവിടുത്തെ ജില്ലാ സെക്രട്ടറി. അദ്ദേഹത്തിൻ്റെ വീട് 1000 ഏക്കറാണ് അവിടെ കുഞ്ചിത്തണ്ണി തന്നെ. കുഞ്ചിത്തണ്ണി ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു, പക്ഷെ അതൊന്നും കാര്യമായിട്ട് അദ്ദേഹം ഗൗനിച്ചില്ല. പറഞ്ഞു, നിങ്ങൾ പ്രചരണമൊക്കെ നടത്തുന്നത് വളരെ സൂക്ഷിക്കണം എന്നുള്ള രീതിയിൽ സംസാരിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ അളിയനായിട്ടുള്ള തങ്കപ്പൻ, അദ്ദേഹത്തെ കാണാൻ പോയി. പക്ഷെ അദ്ദേഹം നമുക്ക് ചായയൊക്കെ തന്നു, അതിപ്പോഴും ഓർക്കുന്നുണ്ട്. വളരെ സൗഹൃദപൂർവ്വം നമ്മളോട് സംസാരിച്ചു. പിന്നെ അവിടെയുള്ളൊരു ആൻ്റണി, ഹരിദാസ്, ഈ ഹരിദാസ് എന്നുള്ള ഒരാളൊക്കെ വളരെ ഒരു നമ്മൾ പരിഹാസ്യമായ രീതിയിലാണ് സംസാരിച്ചത്. പക്ഷെ നമ്മളൊന്നും അതൊന്നും കണക്കാക്കില്ല. കാരണം നമുക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ഇത് സമ്പർക്കം പൂർത്തീകരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു ദിവസം തന്നെ ഒരു 30, 35, 40 വീടുകളൊക്കെ നമ്മൾ സമ്പർക്കം ചെയ്തിരുന്നു. കാരണം ഇവിടത്തെ പോലെ വീടുകൾ അടുത്തടുത്തല്ല. ഒരു വീട്ടിൽ നിന്ന് അടുത്തൊരു വീട്ടിലെത്തണമെങ്കിൽ 15 മിനിറ്റ് വേണ്ടി വരും. അപൂർവ സ്ഥലങ്ങളിലാണ് ഒരു വീടിനടുത്ത് തൊട്ട് വേറൊരു വീടുള്ളത്. പക്ഷേ വേറെ നമ്മൾ കുന്നിൻ്റെ മുകളിലാണ്. അവിടെ പല സ്ഥലത്തും നമ്മൾ, അപ്പോൾ അവിടെ തന്നെ 1000 ഏക്കർ അതുപോലെയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ പോയി സമ്പർക്കം ചെയ്തിരുന്നു. പിന്നെ ഒരു ദിവസം നമ്മൾ തിരഞ്ഞെടുത്തത് ബൈസൻവാലി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ബൈസൻവാലി എന്ന് പറയുമ്പോൾ അവർക്ക് പാർട്ടിക്ക് നല്ല സ്വാധീനമുള്ള സ്ഥലമാണ്. അതിനൊരു പ്രത്യേകതയുണ്ട് സ്ഥലത്തിന്. കാരണം അന്നൊരു SRP എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടായിരുന്നു, SNDP ആയിട്ട് ബന്ധമുള്ള ഒരു പാർട്ടി. ഈ SRPയെ ശരിക്കും CPM വളരെ തന്ത്രപരമായിട്ട് അടിച്ചും അതുപോലെ തന്നെ അവരുടെ സ്വാധീനം ഉപയോഗിച്ചൊക്കെ ഒതുക്കിയ ഒരു ചരിത്രം ഇടുക്കി ജില്ലയ്ക്കുണ്ട്. ഒരു കാലത്ത് SRPക്ക് മന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ SRPയുടെ വളർച്ച CPMൻ്റെ വളർച്ചയ്ക്ക് വിഘാതമാണെന്നുള്ളൊരു തോന്നൽ അവർക്ക് വന്നപ്പോൾ അവർ അതിനെ തകർത്തു കളഞ്ഞു, ആ പാർട്ടിയെ. അത് നിർവീര്യമാക്കി കളഞ്ഞു. പക്ഷേ SRPയുടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് ഒരു CPMനോട് അവരുടെ മനസ്സിലൊരു എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് SRPയുടെ പണ്ട് നേതാക്കന്മാരായിരുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ അവരെ പോയി കണ്ടു. അപ്പോൾ അവർ സംഘം വളരണം, സംഘത്തിൻ്റെ പ്രവർത്തനം വേണം എന്നുള്ള രീതിയിലൊക്കെ അവർ സംസാരിച്ചു. ബൈസൻവാലി എന്ന് പറയുമ്പോൾ അവർ പറയുന്ന കൊളോക്കിയൽ ലാംഗ്വേജിൽ വയസന്മാലി എന്നാണ്. വയസന്മാലി കുറേ നാൾ ഞാൻ ആ പേര് വയസന്മാലി എന്നാണ് ഞാൻ കേട്ടിരുന്നത്. പിന്നെ നമ്മൾ ചോദിച്ചപ്പോൾ ബയസൻ, അതായത് കാട്ടുപോത്ത്, ബ്രിട്ടീഷുകാർ കാട്ടുപോത്തിനൊക്കെ വേട്ടയാടുന്ന മൂന്നാറിൻ്റെ താഴെയുള്ള 4 വശവും മലകളാൽ ചുറ്റപ്പെട്ട അതിമനോഹരമായൊരു സ്ഥലമാണ്. കാരണം നല്ല രീതിയിൽ ഫലഭൂയിഷ്ടമായ സ്ഥലമാണ്. നല്ല രീതിയിൽ കുരുമുളകും മറ്റ്
ഇഞ്ചി അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. എല്ലാവരും കർഷകരാണ്. അപ്പോൾ അവിടെ ഞങ്ങളുടെ സമ്പർക്കം വളരെ അനുഭവമായിരുന്നു. കാരണം നല്ല സ്വീകരണം നമുക്ക് ലഭിച്ചു. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് കഴിഞ്ഞൊരു 2-3 മാസം കഴിഞ്ഞപ്പോൾ നമുക്കവിടെ ശാഖ തുടങ്ങാൻ സാധിച്ചു. അതുമാത്രമല്ല ഈ കുഞ്ചിത്തണ്ണി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് ശാഖ തുടങ്ങാൻ സാധിച്ചു. പിറ്റേ വർഷം നമ്മൾ 1986 വിജയശയും പ്രസഞ്ചലനം നമ്മൾ ഒക്ടോബറിൽ അവിടെയാണ് നടത്തിയത്. അത് സമ്പർക്കത്തിൻ്റെ ഫലമാണ്. ജില്ലയുടെ പ്രസഞ്ചലായിരുന്നു? ജില്ലയല്ല, ഖണ്ഡ് പ്രസഞ്ചലനം. അന്ന് കോട്ടയത്തുള്ള ഡി നാരായണ ശർമ്മയാണ് ഭൗതികന് വേണ്ടി അവിടെ വന്നത് ഒക്കെ ഓർമ്മയുണ്ട്. പിന്നെ ഒന്ന് ബൈസമാലിൽ നമ്മൾ പ്രവർത്തനം ഉറപ്പിച്ചു. അവിടെ ഒരുപാട് അനുഭാവികളൊക്കെ നമുക്ക് കിട്ടി. നമ്മൾ അവിടെ ഏകദേശം പ്രവർത്തനം ഉറപ്പിച്ചു. അതൊക്കെ ആ സമ്പർക്കത്തിൻ്റെ ഫലമാണ്. പിന്നെ അതുകൊണ്ട് തന്നെ സേനാപതി പഞ്ചായത്തിൻ്റെ മുക്കുടിൽ, പഴയ വിടുതി, രാജാക്കാട് ഒക്കെ നമ്മൾ സമ്പർക്കത്തിൽ പോയി. എൻ്റെ ഒരു അനുഭവം എന്താ, ഞാൻ ഈ 30 ദിവസവും തുടർച്ചയായിട്ട് സമ്പർക്കത്തിന് പോയി. കാരണം അവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ജോലിയൊന്നുമില്ല, എല്ലാവരും കർഷകരാണ്. അപ്പോൾ നമ്മൾ പറ്റിയ ആൾക്കാരെ കൂട്ടുപിടിക്കും. നമുക്ക് ഒരു വിശ്വനാഥൻ എന്ന് പറഞ്ഞൊരു സ്വയം സേവനായിരുന്നു പഴയ വിടുതിയിൽ. അതൊരു CPM നേതാവിൻ്റെ ഒരു മകനാണ്. പക്ഷേ ഏത് സമയം കാര്യാലയത്തിലുണ്ടാവും. ഞാനായിട്ട് കൂടുതലും വ്യക്തിപരമായിട്ട് നല്ല അടുപ്പമുണ്ടായിരുന്നു. നന്നായിട്ട് വായിക്കും, തമിഴറിയാം, അങ്ങനെയൊക്കെ ഉള്ള ഒരാളായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് രാജാക്കാടുള്ള ഈ പാറൽ കോളേജിലൊക്കെ സമ്പർക്കത്തിന് പോയത്. അന്നൊരു ഇംഗ്ലീഷ് പുസ്തകം ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷിൽ അച്ചടിച്ച, കർണാടകത്തിൽ നിന്ന് അച്ചടിച്ചൊരു പുസ്തകം. അതായത് ഈ RSS നവോത്ഥാനത്തിൻ്റെ സാരഥി എന്നുള്ള പുസ്തകം തന്നെ അതിൻ്റെ ഇംഗ്ലീഷ് വെർഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കൊടുത്തു. ഇംഗ്ലീഷ് ലഘുലേഖയിലുണ്ടായിരുന്നു. അത് അഖില ഭാരതീയ തലത്തിൽ ഇറക്കിയ പുസ്തകമായിരുന്നു ആ പുസ്തകം. അതിൻ്റെ പേര് സ്പിയർ ഹെഡ്, കുന്തമുന എന്നുള്ളൊരു വാക്ക് അതിലുണ്ട്. അത് RSS ഒരു പേരാണ്, ഞാൻ കൃത്യമായിട്ട് അതിനെ ഓർക്കില്ല. ഏതായാലും ഒരു നീല പറഞ്ഞിട്ടുള്ള വളരെ മനോഹരമായ ഒരു പുസ്തകമാണ്. എൻ്റെ പുറഞ്ചട്ട ഇപ്പം ഞാൻ ഒരു തേര് തെളിക്കുന്ന കൃഷ്ണന്റെ പടമൊക്കെ. അത് മലയാളം, RSS നവോത്ഥാനത്തിന്റെ സാരഥി, മലയാള പുസ്തകം. അതിന് 3 രൂപ വില ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ 100 കണക്കിന് അവർ വിറ്റഴിച്ചു ആ സമയത്ത്. പിന്നെ സമ്പർക്കത്തിന് പോകുമ്പോൾ നമ്മൾ ഈ ചില സ്വയംസേവി 30 ദിവസമൊക്കെ വന്നു. പിന്നെ അവിടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ജോലിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഇല്ലാത്ത കാരണം എല്ലാവരും കർഷകരാണ്. അപ്പോൾ എല്ലാവർക്കും 2 ഏക്കർ, 1.5 ഏക്കർ അല്ലെങ്കിൽ 3 ഏക്കർ, 4 ഏക്കർ, 5 ഏക്കറൊക്കെ സ്ഥലമുള്ളവരാണ്. അവർ കൃഷിയാണ് വരുമാന മാർഗ്ഗം. അതുകൊണ്ട് തന്നെ അവർ കൃഷിക്ക് മുൻതൂക്കം കൊടുക്കുന്ന കാരണം കൊണ്ടാണ് അവർ ഈ 5ാം ക്ലാസ് 6ാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ വിദ്യാഭ്യാസം അവസാനിപ്പിക്കുന്നത്. പിന്നെ അവർക്ക് നടന്നു പോകാനായിട്ട് ഒരുപാട് ദൂരം വേണം. സ്കൂളുകൾ വളരെ അപൂർവമാണ്, നടന്നു പോകണം. അപ്പോൾ ഒരു അപൂർവം പേരാണ് BDC പോകുന്നത്. ബാക്കിയുള്ളവരൊക്കെ 5ാം ക്ലാസ് 6ാം ക്ലാസ് 10 വരെയൊക്കെ പഠിക്കുക അവസാനിപ്പിക്കും. അപ്പോൾ അവരെല്ലാവരും കൃഷിസ്ഥലത്തുണ്ടാവും. നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിലാരും ഉണ്ടാവില്ല. അപ്പോൾ അറിയാം ആ പറമ്പിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് അവർ ഒന്നിച്ച് അമ്മയും അച്ഛനും മക്കളൊക്കെ ഒന്നിച്ച് ജോലി ഉണ്ടാവും. നമ്മൾ നേരെ അങ്ങോട്ട് ചെന്ന് അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മളെ സ്വീകരിക്കും. കാരണം എന്താ വെച്ചാൽ ഒന്ന് വളരെയധികം ആതിഥ്യമര്യാദയുള്ള ആൾക്കാരാണ്. കാരണം അവരുടെ വീട്ടിൽ അപൂർവമായിട്ട് ആ ബന്ധുക്കളൊക്കെ വരുള്ളൂ. പിന്നെ അവർക്ക് ആഘോഷങ്ങൾ വളരെ കുറവാണ്. കാരണം കൃഷിയാണ് അവരുടെ പ്രധാനപ്പെട്ട കാര്യം. അവർ ഒരു കൊല്ലം 3, 4, 5 ദിവസമൊക്കെ അവർക്ക് അവധി ഉണ്ടാവുള്ളൂ. അത് പറഞ്ഞ് നമ്മൾ അവരെ കളിയാക്കാറുണ്ട് പലപ്പോഴും, 3 നാഷണൽ ഹോളിഡേയ്സ് എന്നൊക്കെ പറഞ്ഞ്. കാരണം അവർക്ക് എല്ലാ ദിവസവും ജോലിയാണ്. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ അവർ അമ്മ അച്ഛൻ മക്കളൊക്കെ ഒന്നിച്ച് ഇഞ്ചിക്ക് പുല്ല് പറക്കുണ്ടാവും, അല്ലെങ്കിൽ ഏലത്തിന് അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ അവർ നമ്മളെ സ്വീകരിച്ചിട്ട് അവിടെ വെച്ച് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയും. സംഘത്തിൻ്റെ കാര്യങ്ങൾ, സമ്പർക്കത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയും. അതുപോലെ നമ്മൾ CPMൻ്റെ ധാരാളം നേതാക്കന്മാരെ പോയി കണ്ടപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായത്, അവർ ഈ ചങ്ങനാശ്ശേരി, കോട്ടയം ഭാഗത്തുള്ള സംഘത്തിൻ്റെ പ്രവർത്തനമൊക്കെ അവരെ ഒരു സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ അവർക്ക് ആ പാർട്ടിയുടെ അറിവ് മാത്രമേ ഉള്ളൂ, വേറെ അറിവില്ല. അപ്പം അന്ന് 84-85 കാലഘട്ടത്തിലെ BMS ആണ് ഏറ്റവും വലിയ തൊഴിലാളി സംഘടന. അപ്പോൾ ഈ അവിടെ ട്രേഡ് യൂണിയൻ വളരെ ശക്തമാണ്. BMS അന്ന് തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ, വളരെ ശൈശവാവസ്ഥയിലാണ്. ഇടുക്കി, രാജാക്കാട്, അതുപോലെ എല്ലാ ഭാഗത്തും സേനാപതി പഞ്ചായത്തിൻ്റെ ഭാഗങ്ങൾ, ചമ്മണ്ണാറ്, പൂപ്പാറ, അവിടെയൊക്കെ എസ്റ്റേറ്റ് മേഖലകളാണ്. ഇപ്പോൾ രാജാക്കാട് താലൂക്കിൻ്റെ തന്നെ ഏകദേശം ഒരു 40% എസ്റ്റേറ്റാണ്, കംപ്ലീറ്റ് എസ്റ്റേറ്റാണ്. അപ്പോൾ അന്ന് നമ്മൾ അവരെ കാണുമ്പോൾ ഈ BMS ആണ് ഭാരതത്തിലെ 1ാമത്തെ തൊഴിലാളി സംഘടന എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് തീരെ വിശ്വാസമില്ല, അവർ വിശ്വസിക്കില്ല. കാരണം അവരുടെ വിശ്വാസം CITU ആണ് ഏറ്റവും വലിയ സംഘടന, ഞങ്ങളാണ് ഈ രാജ്യത്തെ രാജാക്കന്മാരെന്നുള്ള നിലയ്ക്കാണ് അവരുടെ പെരുമാറ്റവും ഭാവമൊക്കെ. പക്ഷേ ഞങ്ങൾ ശ്രദ്ധാപൂർവ്വം പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്, അതല്ല, അഖില ഭാരതീയ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ തൊഴിലാളി സംഘടന BMS ആണ്. അത് 81-ൽ 82-ൽ നടന്ന ഒരു ഡിക്ലറേഷനിലാണ് അത് വന്നതെന്നൊക്കെ പറയാറുണ്ട്. കുറച്ച് പേരൊക്കെ അത് വിശ്വസിക്കാതെ. ഏതായാലും നമുക്ക് അങ്ങനെയൊക്കെയുള്ളൊരു അഭിമാനം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരാണ്. ഏതായാലും ആ സമ്പർക്കം അതിഗംഭീരമായിട്ടുള്ള വിജയമായിരുന്നു എന്നാണ് ഞാൻ ഓർത്തെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സംഘത്തിൻ്റെ വ്യാപനം വളരെ വേഗമായി. അത് മാത്രമല്ല, ഏപ്രിൽ 5-ാം തീയതിയും ഏപ്രിൽ 7-ാം തീയതി ഹിന്ദു സംഗമങ്ങൾ നടന്നു. ഈ 85-ൻ്റെ ഈ 60ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അതിൽ വളരെ ഗംഭീരമായിട്ട് നമുക്ക് സമ്പർക്കം കഴിഞ്ഞിട്ട് നമ്മൾ രാജാക്കാട് ഖണ്ഡിൽ നിന്ന്, അതായത് താലൂക്കിൽ നിന്ന് 3 ബസ്സുകൾ എന്ന് പറയുമ്പോൾ ഏകദേശം 60 പേര് വെച്ച് ഒരു ബസ്സിൽ ഏകദേശം ഉണ്ടായിരുന്നാണ് എൻ്റെ ഓർമ്മ. നിന്നും ആൾക്കാരുണ്ടായിരുന്നു. അത്തരം പേര് തിരുവനന്തപുരത്ത് ഹിന്ദു സംഗമത്തിന് പോയി. ആ താലൂക്കിന് ഏകദേശം 106 പേര് ഗണപേക്ഷത്തിൻ്റെ അവിടെ പരിപാടിക്ക് പങ്കെടുത്തു. അതിനുശേഷം നമുക്ക് ഈ ശരിക്കും സംഘത്തിൻ്റെ വ്യാപനം ഈ ബൈസൺ വാലി, കുഞ്ചിത്തണ്ണി, ആനച്ചാൽ, ചെങ്കുളം, മുതുവാങ്കുടി അങ്ങനെയുള്ള സ്ഥലത്ത് ശാഖ തുടങ്ങാൻ സാധിച്ചു.
അപ്പോൾ ഈ 6 ശാഖയിൽ നമ്മൾ ഒരു കൊല്ലം കൊണ്ട് ഏകദേശം 12 ശാഖയായിട്ട് വന്നു എന്നുള്ളൊരു മാറ്റമാണ്. ഞാൻ അത് കഴിഞ്ഞ് 3 കൊല്ലം തുടർച്ചയായിട്ട് ആ ഖണ്ഡിൽ ഉണ്ടായിരുന്നു.